ഒറ്റയ്ക്ക് പോയാൽ എന്താ? ആരെങ്കിലും എന്നെ പിടിച്ച് വിഴുങ്ങോ? ഈ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ദുഷ്ടന്മാരൊന്നും പുറത്തില്ല. ഋതു, ഞാനും കൂടി വരാം. എന്റെ കൂടെ ആരും വരണ്ട. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയും. കൂട്ടുപിടിക്കാൻ നടക്കുന്നു. ഋതു, സ്വർഗം എത്ര പെട്ടെന്ന നരകമായത്. രണ്ടിന്റെയും ജീവിതവും കലക്കി എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്താലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. പാരസ്യമായ ഇവൻ എന്നെ തല്ലിയത്. അതിനൊരു ചെറിയ പ്രതികാരം. എന്താ രാജു പ്രശ്നം? ചോദിച്ചത് കേട്ടില്ലേ? പുലിവാലായി ചെറിയമേ. എന്ത് പുലിവാല്? ആ നന്ദനയും ഞാനും തമ്മില് എന്തോ ഉണ്ടെന്ന സംശയം ഋതുമോക്ക്. ആ നന്ദന എന്നോട് പെരുമാറുന്നത് അങ്ങനെ തന്നെയാ. അത് കണ്ട് ഋതുവിന് സംശയമായി. സംശയമല്ല, സംശയമാക്കിയതാ. ഇതിന് രാജു തന്നെ ഉത്തരവാദി. നിന്റെ ശവക്കുഴി നീ തന്നെ തോണ്ടി. ഋതുമോളോട് ഇത് പറഞ്ഞേക്കാൻ അന്ന് തന്നെ ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തിയതല്ലേ? വിട്ടുപോയി ചെറിയമേ. വിട്ടുപോയി. ജീവിതം കൂടെ കൈവിട്ടു പോയാ രാജു എന്തു ചെയ്യും? ഇത്തരം കാര്യങ്ങള് അതൊരു ചെറിയ കാര്യമാണെങ്കിലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറഞ്ഞിരിക്കണം. തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത് വലിയ പ്രശ്നമാവുമായിരുന്നു. ഋതുമോളെ പോലൊരു കുട്ടി, ഒരു കളങ്കം അറിയാത്ത രാജുവിനെ സംശയിക്കുമായിരുന്നു. ആദ്യം പറയാൻ തോന്നിയില്ല, പിന്നെ ഞാനത് മറന്നുപോയി. പിന്നെ ഞാൻ പറയാനും മടിച്ചു. ഒടുവിൽ വന്ന ഇപ്പൊ കുരുക്കിലുമായി. വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇനിയിപ്പോ എങ്ങനെ പറഞ്ഞ അവളെ വിശ്വസിപ്പിക്കും? രാജു തന്നെ ആലോചിക്കേ എന്തെങ്കിലും ഒരു വഴി. ഇപ്പൊ തന്നെ ഇവിടെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ ഒന്നുകൂടിയായി. എന്തൊരു കഷ്ടകാല എന്റെ ദൈവമേ. അമ്മ പറയുന്ന വാക്ക ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന. നനയാതെ ഈറൻ ചുമക്കുന്നു.